Meet the editors. സിന്ദൂറിൽ ഉത്തരമായോ എന്നതാണ് ചോദ്യം. സിന്ദൂറിൽ പാർലമെന്റിലെ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ ഏകദേശം 1.25 മണിക്കൂർ നീളുന്ന പ്രതികരണം അവസാനിച്ചിരിക്കുകയാണ്. PR സുനിൽ കൂടിയുണ്ട് നമ്മളോടൊപ്പം. സുനിൽ, കേൾക്കാമോ? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ പ്രസംഗം നമ്മൾ കേട്ടു. അതിനു മുമ്പ് അമിത്ഷായുടെ വിസ്തീർണവും കേട്ടു. സിന്ദൂറിൽ ഉത്തരമായോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾ: എങ്ങനെ ഭീകരർ കശ്മീരിലെത്തി, എങ്ങനെ ആക്രമണം നടത്തി, നമുക്ക് ഉണ്ടായ നഷ്ടങ്ങൾ എന്ത് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു. അതിന്മേലുള്ള മറുപടി ഉണ്ടായോ? 6 മണിക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പാർലമെന്റിൽ തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് 8 മണിയോട് അടുക്കുമ്പോഴാണ് ഈ ഒരു മറുപടി അവസാനിക്കുന്നത്. അങ്ങനെ ഒരു 2 മണിക്കൂർ നീണ്ട ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. ഈ പ്രസംഗം മുഴുനീളം പരിശോധിച്ചാൽ ആദ്യത്തെ ഒരു 10, 15, 20 മിനിറ്റ് സമയം ഈ ഓപ്പറേഷൻ സിന്ദൂരിന്റെ നടപടികളൊക്കെ തന്നെ പ്രധാനമന്ത്രി വിശദീകരിച്ചു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും. അത് നെഹ്റു മുതലുള്ള കാലം കോൺഗ്രസിന്റെ ഭരണകാലത്തെയൊക്കെ തന്നെ എടുത്ത് വിമർശിച്ച് ഇന്ത്യ ഇതുവരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി കോൺഗ്രസ് ആണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള കാടടച്ചുള്ള വിമർശനമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് കേട്ടത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂരിൽ ഉത്തരമായോ എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയില്ല. അതിനു മുൻപ് സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നൽകിയിട്ടില്ല. പ്രതിപക്ഷം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണ്? പെഹൽഗാമിലേക്ക് പാക് അധീന കശ്മീരിൽ നിന്ന് ഭീകരർ എത്തി, അവിടെ ആക്രമണം നടത്തി. എങ്ങനെയാണ് ഭീകരർ എത്തിയത്? അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി? രണ്ടാമത്തെ വിഷയം, പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യ തുടക്കമിട്ടു. പെട്ടെന്ന് മെയ് 10 വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു, ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു രാത്രി നീണ്ട ഇടപെടലിന് ശേഷം, തന്റെ ഇടപെടലിന് ശേഷമാണ് ആ ഒരു ധാരണയിലേക്ക് എത്തുന്നത് എന്ന് എക്സിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു. തൊട്ട് പിന്നാലെ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനം നടത്തി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം ചോദിച്ച ചോദ്യം അമേരിക്കയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. ആ ഭാഗം പ്രധാനമന്ത്രി തൊട്ടേയില്ല. ട്രംപ് എന്നൊരു വാക്കേ പ്രധാനമന്ത്രി പറഞ്ഞില്ല. പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ സംഘർഷം നടക്കുന്ന ഒരു സമയത്ത് മെയ് 9 വൈകുന്നേരം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ ടെലിഫോണിൽ ഒരുപാട് തവണ വിളിച്ചു. തന്നെ കിട്ടിയില്ല, താൻ സമയത്ത് തിരക്കിലായിരുന്നു. പിന്നീട് താൻ തിരിച്ചു വിളിച്ചപ്പോൾ പാകിസ്ഥാൻ എന്തോ ഒരു വലിയ ആക്രമണം ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആക്രമണം ലക്ഷ്യം വെച്ചാൽ ശക്തമായി തിരിച്ചടിക്കും എന്നൊരു മെസ്സേജ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നൽകിയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇതല്ല ട്രംപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ UK സന്ദർശനത്തിനിടയിലും ട്രംപ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടത് താനാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞില്ല. മൂന്നാമത്തെ വിഷയം, എത്രത്തോളം നഷ്ടമുണ്ടായി എന്നത്. നമുക്കറിയാം, റോയിട്ടേഴ്സ് അടക്കമുള്ള BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു സംഘർഷത്തിനിടയിൽ ഇന്ത്യയുടെ സുഹോയ് യുദ്ധവിമാനങ്ങൾ, റഫാൽ യുദ്ധവിമാനങ്ങൾ ഇതൊക്കെ തകർക്കപ്പെട്ടു അല്ലെങ്കിൽ തകർന്നു വീണു എന്നത് സംബന്ധിച്ചുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവരം കൈമാറാൻ ഈ സഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് എന്തൊക്കെയാണോ ഉയർത്തിയിരുന്നത് അത് അതുപോലെ തന്നെ തുടരുന്നു. അത് രാഷ്ട്രീയ ആക്രമണമായി, ആരോപണമായി വരും ദിവസങ്ങളിൽ തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നതാണ്. അതിന് തൊട്ട് പിന്നാലെ തന്നെ സഭ നാളത്തേക്ക് പിരിയുകയും ചെയ്തു. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ തന്നെ രാജ്യത്തിനെതിരെയുള്ള ഒരു നീക്കമായി വ്യാഖ്യാനിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത് എന്നുകൂടി നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗം 6 മണിക്ക് തുടങ്ങുമ്പോൾ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ വാക്ക് എന്തായിരുന്നു? ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ രാജ്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്.
അതേസമയം ചിലർ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ, നിങ്ങൾ ഒരു സംശയം ചോദിച്ചാൽ, നിങ്ങളൊരു വിശദീകരണം ചോദിച്ചാൽ നിങ്ങൾ രാജ്യത്തിനെതിരെ നിലപാട് പറയുന്നവരാകുന്നു, രാജ്യ താൽപര്യത്തിനെതിരെ നിലപാട് പറയുന്നവരാകുന്നു. പാകിസ്ഥാനുമായി കോൺഗ്രസിന് അടുത്ത ബന്ധമുണ്ട് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നത്. അത് നെഹ്റുവിന്റെ കാലം മുതൽ, അതായത് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് പാകിസ്ഥാന് കൂടുതൽ സഹായം നൽകിയത്. സിന്ധു നദീജല കരാറിലൂടെ ഇന്ത്യയുടെ 80% വെള്ളവും പാകിസ്ഥാന് ജവഹർലാൽ നെഹ്റു വിട്ടുകൊടുത്തു എന്നതാണ് ഈ ഒരു കരാറിലൂടെ ചെയ്തത് എന്ന് പ്രധാനമന്ത്രി ആരോപിക്കുന്നു. മാത്രമല്ല ചൈനയ്ക്ക് 38,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ വിട്ടുകൊടുത്തത് നെഹ്റു ആണെന്ന് ആരോപിക്കുന്നു. നെഹ്റുവിന്റെ തെറ്റായ നിലപാടുകളാണ് ഇന്ത്യയെ ദുർബലപ്പെടുത്തിയതെന്നും ഇന്ത്യക്ക് കശ്മീരിന്റെ ഭാഗമൊക്കെ തന്നെ നഷ്ടപ്പെടാനുള്ള കാരണം നെഹ്റു ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ഒക്കെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർത്തിയ, ഇന്നലെയും ഇന്നുമായി ചർച്ചയിലൊക്കെ തന്നെ ഉയർത്തിയ ചോദ്യങ്ങൾ മൂടിമറയ്ക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. അതിന് നെഹ്റുവിനെയൊക്കെ തന്നെ വലിച്ചിഴച്ച് നെഹ്റുവിനെയൊക്കെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി വലിയ ആക്രമണം പ്രധാനമന്ത്രി നടത്തുന്നതാണ് ഇന്ന് നമ്മൾ ഏതാണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏതാണ്ട് 1.5 മണിക്കൂറിലധികം സമയവും കണ്ടത്. കോൺഗ്രസ് ഒരു ഭീകര സംഘടനയോ ഭീകര രാഷ്ട്രീയ പാർട്ടിയോ അല്ല. കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഒരു പാർട്ടിയാണ്. അതിനുശേഷം ഇന്ത്യയിൽ ഇപ്പോഴും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ BJPയെ നേരിട്ട് എതിർക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇന്ത്യയിലെ വലിയ പാർട്ടിയായിരുന്നു, ആ സ്ഥാനത്തേക്ക് BJP എത്തി. രാഷ്ട്രീയമായി കോൺഗ്രസിന്, സംഘടനാപരമായി കോൺഗ്രസിന് രാജ്യത്ത് വലിയ തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഭീകരവാദത്തെ അനുകൂലിക്കുന്ന എന്തെങ്കിലും ഒരു നിലപാട് കോൺഗ്രസിന്റെ ഏതെങ്കിലും കാലത്തെ സർക്കാരുകൾ സ്വീകരിച്ചതായി നമുക്കറിയില്ല. പക്ഷേ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഭീകര സംഘടനകളുടെ ഭാഗമാണ് എന്ന തരത്തിലാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. കാരണം ഓപ്പറേഷൻ സിന്ദൂരിനെ എതിർക്കുന്നവർ, ഓപ്പറേഷൻ സിന്ദൂരിനെ വിമർശിക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളാണ്, രാജ്യത്തിനെതിരാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രി ഓരോ വാക്കുകളും ഉപയോഗിച്ചത്. അങ്ങനെ കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്ത് കോൺഗ്രസ് നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള ആക്രമണം. ബട്ട്ല ഹൌസിൽ ആക്രമണം നടന്നു എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ബട്ട്ല ഹൌസിൽ ആക്രമണം നടന്നപ്പോൾ അവിടെ ഭീകരരെ, ഇന്ത്യൻ സൈന്യം, അന്ന് NIA ആണ് തോന്നുന്നു, ആക്രമണം, അവിടെ ഒരു ഏറ്റുമുട്ടലിൽ ഭീകരരെ വധിച്ച ശേഷം അന്ന് മന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദിനെ വിളിച്ച് സോണിയാഗാന്ധി ചീത്ത വിളിച്ചു എന്നാണ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കേട്ട് സൽമാൻ ഖുർഷിദ് കരഞ്ഞു എന്ന് ഇന്ന് രാവിലെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാരും മോദിയും അമിത്ഷായും ഒക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നത്? ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിക്കാൻ പാടില്ല എന്നതാണ്. ഏതായാലും ഈ ചോദ്യങ്ങൾ നിരവധി ഉയർന്നിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെയാണ് ഈ ഒരു ചർച്ച അവസാനിപ്പിച്ചിരിക്കുന്നത്. പകരം വലിയൊരു രാഷ്ട്രീയ പ്രസംഗത്തിനുള്ള വേദിയാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർലമെന്റിലെ ഈ അവസരത്തെ വിനിയോഗിച്ചു. ഇന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ നടപടി കേന്ദ്ര സർക്കാർ അന്ന് സ്വീകരിച്ചില്ല, മൻമോഹൻ സിംഗ് സർക്കാർ സ്വീകരിച്ചില്ല എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അന്ന് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും പിന്നീട് അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പട്ടേലും ഒക്കെ തന്നെ രാജിവെച്ചു. അപ്പോൾ പെഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു രാജിയിലേക്ക് പോകാതിരുന്നത്? വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി, രഹസ്യാന്വേഷണ വീഴ്ചകളുണ്ടായി, IB ചീഫിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു രാജി ഉണ്ടായോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വഴുതി മാറുന്ന ഒരു നടപടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും കൃത്യമായ മറുപടി പറയാതെ ഈ ചർച്ചകളൊക്കെ തന്നെ അവസാനിപ്പിച്ചു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ തന്നെ ഇന്നത്തെ പ്രസംഗം വളരെ മികച്ചതായിരുന്നു. വളരെ ശക്തമായി തന്നെ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കാൻ രാഹുൽ ഗാന്ധിയും ശ്രമിച്ചു. രാഹുൽ ഗാന്ധി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കീഴടങ്ങലായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് മുന്നിൽ എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമായ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചത്. അതിനും കൃത്യമായൊരു മറുപടിയിലേക്ക് പോയില്ല. ഏതായാലും 2 ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ചും ഇന്ത്യയുടെ നഷ്ടങ്ങൾ സംബന്ധിച്ചും മാത്രമല്ല ഈ ഭീകരവാദികൾ എങ്ങനെ വന്നു എന്നത് സംബന്ധിച്ചും വളരെ അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതെന്താണ്? അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 3 ഭീകരരെ ഇന്നലെ സൈന്യം വധിച്ചു എന്നതാണ്. ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട ഒരു നീക്കത്തിലൂടെ
ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ച പാർലമെന്റിൽ തുടങ്ങുകയാണ്. അപ്പോഴാണ് ജമ്മു കാശ്മീരിൽ നിന്ന് വലിയൊരു വാർത്ത വരുന്നത്. അവിടെ ഓപ്പറേഷൻ മഹാദേവ് നടത്തിയത് CRPF-ഉം ജമ്മു കാശ്മീർ പോലീസും തമ്മിലുള്ള ഒരു സംയുക്ത നീക്കമായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 സൈനികർ 3 ഭീകരവാദികളെ വധിച്ചു. ആ ഭീകരരുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പരിശോധിച്ചപ്പോൾ ആ തോക്ക് ഉപയോഗിച്ചാണ് പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത്. അപ്പോൾ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ ദിവസം എങ്ങനെയാണ് കൃത്യമായി ഈ ഒരു ദിവസത്തിൽ തന്നെ ഓപ്പറേഷൻ മഹാദേവ് നടത്തിയത്, എന്ത് സാഹചര്യത്തിലാണെന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങളും ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സാധ്യത. പക്ഷേ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ശരി ജിമ്മി, ഇപ്പോൾ പല ചോദ്യങ്ങൾ പ്രതിപക്ഷം കുറച്ച് കാലങ്ങളായി ചോദിക്കുന്നു. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായിരിക്കുന്നു? ഈ പഹൽഗാം ആക്രമണം നടക്കുന്നത് ഏപ്രിൽ 22-നാണ്. മെയ് ആദ്യ വാരമാണ് തിരിച്ചടി കൊടുക്കുന്നത്, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത്. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്ന് പറഞ്ഞു, അത് വിളിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രധാനമന്ത്രി ഞങ്ങളോട് വിശദീകരിക്കാൻ സംസാരിക്കണമെന്ന് പറഞ്ഞു, അത് ചെയ്തില്ല. അപ്പോൾ ഇത്രയും 2-2.5 മാസങ്ങൾക്ക് ശേഷം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി 2.5 മാസങ്ങൾക്ക് ശേഷം നടത്തിയിരിക്കുന്ന വിശദീകരണം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ടോ? ഇത്രയും വൈകിയാണെങ്കിലും വന്നല്ലോ, ഇല്ലോളം വൈകിയാലും എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, എന്തായാലും നടന്നല്ലോ. അത് മാത്രമല്ല, ഓപ്പറേഷൻ മഹാദേവിലൂടെ ഈ പാർലമെൻറ്റിലെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ആ ദിവസം തന്നെ അവിടുത്തെ തീവ്രവാദികളെ കൊല്ലാൻ കഴിഞ്ഞല്ലോ. അത് കോയിൻസിഡൻസ് ആയിരിക്കും. എന്തായാലും അത് ഗംഭീരമായി, നന്നായി. സർക്കാർ പറയുന്നു, നമ്മളത് വിശ്വസിക്കുകയാണ്, നമ്മുടെ മറ്റ് തെളിവുകളൊന്നുമില്ല. എന്നാലും ആ നേരത്തെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതുപോലെ പാർലമെൻറ്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യുന്ന ദിവസം തന്നെ തീവ്രവാദികൾ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും മുമ്പിൽ വന്ന് പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തത് അതെന്തായാലും ഗംഭീരമായി. സർക്കാരിന് അതിന് കയ്യടിയുണ്ട്. കാരണം തീവ്രവാദികളെ അമർച്ച ചെയ്യണം, ഇവരെ പിടിക്കണം എന്നുള്ളതായിരുന്നു കുറേ ദിവസമായുള്ള, കുറേ നാളുകളായുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പഹൽഗാമിൽ ആക്രമണം നടക്കുമ്പോഴുള്ള നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. അത് നടന്നു. കോയിൻസിഡൻസ് ആണ്, ചിലപ്പോൾ മനഃപൂർവ്വമാണെന്ന് പ്രതിപക്ഷം കളിയാക്കിയേക്കാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന വാചകമാണ് എനിക്കിന്ന് പാർലമെൻറ്റിലെ പ്രസംഗങ്ങൾ മുഴുവൻ കേട്ടപ്പോൾ ഓർമ്മ വന്നത്. മെയ് 9-ാം തീയതി JD വാൻസ് എന്നെ പലതവണ വിളിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ചു വിളിച്ചു, പോയി പണി നോക്കും, ഞങ്ങൾ ഫോൺ എടുത്തില്ല. അതിനുശേഷം പറഞ്ഞു, ഞാൻ പിന്നെ പോയി വിളിച്ചിട്ട് പറഞ്ഞു, അവർ ആക്രമിച്ചാൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല. പക്ഷേ പാർലമെൻറ്റിൽ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടേയിരുന്ന ചോദ്യം, അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങളെ വിളിച്ചിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടിരുന്നു, അയാൾ 26 പ്രാവശ്യം പറയുന്നു ഞാൻ ഇടപെട്ടു, ഞാനാണ് ഈ വിഷയം പരിഹരിച്ചത്. ഒരു നേതാവും ഇതിൽ പങ്കില്ല എന്ന് വേണമെങ്കിൽ ഒരു പ്രധാനമന്ത്രിക്ക്, ഒരു സർക്കാരിന് പറയാം. പക്ഷേ നിങ്ങളോടുള്ള ചോദ്യം, ആൻസർ ടു ദ പോയിന്റ് എന്ന് പറയും കോടതിയിൽ. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. അയാൾ പറയുന്നത് തെറ്റാണ്. എന്നെ അമേരിക്കയിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് സമവായ ചർച്ചകൾക്ക് വിളിച്ചിട്ടില്ല. എന്താ പറഞ്ഞത്? JD വാൻസ് ആദ്യം വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പാകിസ്ഥാൻ എങ്ങനെ തിരിച്ചടിച്ചാലും JD വാൻസ് വിളിക്കുന്നെങ്കിൽ വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞിട്ടല്ല. പാകിസ്ഥാൻ ഒരു വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവർ വെടിവെച്ചാൽ ഞങ്ങൾ തിരിച്ച് ബോംബ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ അശ്വത്ഥാമ ഹത കുഞ്ചരയാണ്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ പേരെന്തുകൊണ്ടാണ് പറയാത്തത്? ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ടല്ലോ, ഞാൻ 2 രാഷ്ട്ര നേതാക്കളെയും വിളിച്ചു, ഈ 2 രാഷ്ട്ര നേതാക്കളോട് സംസാരിച്ചു എന്നാണ് ഒരു തവണ പറഞ്ഞത്. പിന്നെ ഒരിക്കൽ പറഞ്ഞു 2 രാഷ്ട്രങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെയും രാഷ്ട്ര നേതാക്കളെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ട്രേഡ് ഡീലിൻ്റെ കാര്യത്തിൽ ഞാൻ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞു. അവസാനം അവർക്ക് വഴങ്ങേണ്ടി വന്നു. ഇതൊക്കെയാണ്. എന്ന് മാത്രമല്ല, കോയിൻസിഡൻസ് ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഇത് പറയുന്നു, അതിനുശേഷം പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടെന്ന് പറയുന്നു. അന്ന് വൈകുന്നേരം ആകുമ്പോൾ വെടിനിർത്തലാകുന്നു. പാകിസ്ഥാൻ നന്ദി പറയുന്നു. അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇന്ത്യ പറയുന്നത് വെടിനിർത്തുകയാണ്. അപ്പോൾ അത്രയും കോയിൻസിഡൻസ് കിടക്കുമ്പോൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷം വീണ്ടും ചോദിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് ഒഴിവാക്കിയത് എന്തിനാണെന്നുള്ളത് ഒരു പ്രഹേളികയായി അവസാനിക്കുകയാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ നൂലാമാലകളൊന്നും അറിയില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. എന്ന് മാത്രമല്ല, വേറെ ഒരുപാട് ചോദ്യങ്ങൾ പാർലമെൻറ്റിൽ ഈ ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. എങ്ങനെയാണ് ഷാങ്ഗ്രില ഡയലോഗ് സെക്യൂരിറ്റി ഫോറത്തിൽ വെച്ച് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ CDS, അതായത് ജനറൽ അനിൽ ചൗഹാൻ,
അദ്ദേഹമാണ് ഷാങ്ഗ്രില കോൺഫറൻസിൽ വെച്ച് ഇന്ത്യക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് ആദ്യമായി പറയുന്നത്. അത് 2 മാധ്യമങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ബ്ലൂംബെർഗിനോട്, 2 റോയിട്ടേഴ്സിനോട്. ഇത് പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു, പാർലമെൻറ്റിന് പുറത്തും ഉന്നയിക്കപ്പെട്ടിരുന്നു. എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യത്തിന് നാശനഷ്ടം ഉണ്ടായി എന്ന് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ പരമാധികാരി രാജ്യത്തിന് പുറത്ത്, അതും 2 വിദേശ മാധ്യമങ്ങളോട് ആദ്യം സംസാരിക്കുന്നത്. ആദ്യമല്ല കേട്ടോ, അതിനുശേഷം ഇന്ത്യക്കകത്തും പറഞ്ഞിട്ടില്ല. ഇന്ന് പാർലമെൻറ്റിൽ ഈ വിഷയത്തെക്കുറിച്ച് ചോദ്യമുണ്ടായി, മറുപടിയില്ല. അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇന്ത്യ വിരുദ്ധരാണ്, നിങ്ങൾക്ക് യുദ്ധത്തിൽ തിരിച്ചടി കിട്ടിയോ, ഇന്ത്യയുടെ റഫേൽ ജെറ്റുകൾ താഴെപ്പോയോ, ഇന്ത്യയുടെ ജെറ്റുകൾ താഴെപ്പോയോ, ഈ ചോദ്യങ്ങളെല്ലാം രാജ്യവിരുദ്ധമാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? ആ ചോദ്യത്തിന് ഉത്തരമില്ല. മറ്റൊന്ന്, പെഹൽഗാമിൽ തീവ്രവാദികൾ എങ്ങനെ എത്തി? നിങ്ങൾ ടൂറിസ്റ്റുകളെ ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നും ജമ്മു കാശ്മീരിലേക്ക് ക്ഷണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്ന സ്ഥലമാണ് പെഹൽഗാം. എന്നിട്ടും അവിടെ ഒരു സൈനികൻ പോലും, ഒരു പോലീസ് പോലും ഉണ്ടായിരുന്നില്ല. അതൊരു സുരക്ഷാ വീഴ്ചയാണോ അല്ലയോ? ഉത്തരമില്ല. ഒരു വീഴ്ച പറ്റിയെങ്കിൽ അത് സമ്മതിക്കാം, നമുക്കെല്ലാം അറിയാം അത് വീഴ്ചയാണെന്ന്. ഇല്ല. എങ്ങനെയാണ് ഈ തീവ്രവാദികൾ ഇവിടെ എത്തിയത്? ഈ തീവ്രവാദികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണോ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണോ? ആദ്യ വാർത്തകൾ മുഴുവൻ ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നായിരുന്നു. അതിനുശേഷമാണ് അവർ അവിടുന്ന് പോയി പാകിസ്ഥാനാണെന്നും ഇന്ന് പാർലമെൻറ്റിൽ പറയുന്നത്. പക്ഷേ ഇതൊരു സുരക്ഷാ വീഴ്ച ആണോ അല്ലയോ? അതിനുത്തരമില്ല. ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കളം മറിച്ചിടുക എന്ന് പറയും. ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അത് നിങ്ങൾ രാജ്യവിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ തിരിക്കുകയാണ്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട വന്നത്, പുൽവാമയിലും ഉറിയിലും പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി തീവ്രവാദികൾ ആഞ്ഞടിക്കുന്നത് കണ്ടതാണ്. ആരുടെ കാലത്താ? BJPയുടെ കാലത്താ. പാർലമെൻറ്റ് ആക്രമണം ഉണ്ടായതെപ്പോഴാണ്? BJPയുടെ കാലത്താ. മോദി പറയുന്നത് കേട്ടതൊന്നും ഇന്ന് അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. 2014 മുമ്പ് ഇന്ത്യയിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ നിൽക്കുമ്പോൾ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമായിരുന്നു, നിങ്ങൾ നോക്കൂ എന്തെങ്കിലും സാധനങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് ബോംബാകാൻ സാധ്യതയുണ്ടെന്ന്. AB വാജ്പേയി എന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു. BJP 5 വർഷം ഭരിച്ച കാലം കൂടി ചേർത്താണ് മോദി പറയുന്നത്. മോദി റദ്ദ് ചെയ്ത് കളയുന്നത് മോദിക്ക് മുമ്പുണ്ടായിരുന്ന BJPയുടെ ഭരണകാലത്തെക്കുറിച്ച് കൂടിയാണ്. ശരി, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഉറിയിലും പുൽവാമയിലും നിങ്ങൾ പാഠം പഠിച്ചില്ലേ? അതിനുശേഷം വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു? 4 ദിവസം കൊണ്ട് ഒരു ലോക നേതാവും ആവശ്യപ്പെട്ടില്ല. നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയത്. എന്നാൽ പിന്നെ നാഴികയ്ക്ക് 40 വട്ടം ഞങ്ങൾ POK പിടിച്ചെടുക്കുമെന്ന് പറയാറുണ്ടല്ലോ. 2014 മുമ്പ് മോദിയും പറഞ്ഞിട്ടുണ്ട്, 2014 ശേഷം സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ആളുകളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തിന് യുദ്ധം നിർത്തി? അത് യുദ്ധം നിർത്തി, അതങ്ങനെയാണ്. ആ ചോദിക്കുന്ന ചോദ്യം ശരിയില്ലെന്ന് പറഞ്ഞത്. എന്നിട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ നേരെ തിരിക്കുകയാണ്. യുദ്ധം ചെയ്യാൻ കോൺഗ്രസ് സർക്കാരിന് പേടിയാണെന്നാണ് മോദി പറഞ്ഞത്. യുദ്ധം ചെയ്യാൻ പേടിയാണ്, അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ബോംബെ അറ്റാക്കിൻ്റെ സമയത്ത് BJP പറഞ്ഞത് ഓർമ്മയില്ലേ? എന്തിന് പാകിസ്ഥാനെ ആക്രമിക്കാൻ വൈകുന്നുവെന്നാണ്. അപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല എന്നല്ല. അതേസമയം പഴയ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഇത്രയും വലിയ പരസ്യമൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ സർജിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ശരി, അതിനെക്കുറിച്ചുള്ള വിതർക്കങ്ങൾ പോട്ടെ. പക്ഷേ എന്തിനാണ് 4 ദിവസം കഴിഞ്ഞപ്പോൾ യുദ്ധം നിർത്തിയത്? എന്തിനാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതിന് ശേഷം, അനൗൺസ് ചെയ്തതിന് ശേഷം നിങ്ങൾ യുദ്ധം നടത്തിയത്? അപ്പോൾ അതങ്ങനെയല്ല, ഞാൻ പറഞ്ഞതിന് തൊട്ട് യുദ്ധം തുടങ്ങിയതിന് ശേഷമാണെന്ന് പറഞ്ഞ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കിടന്ന് ഉരുണ്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ചോദ്യം പ്രസക്തമാണല്ലോ. എന്തിനാണ് നിങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങളായിരിക്കും ആക്രമിക്കുക എന്ന് നേരത്തെ പറഞ്ഞത്? ഇതെല്ലാം ചോദ്യങ്ങളല്ലേ? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഈ പറഞ്ഞതിലൊന്നിനും ഉത്തരമില്ല. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെതിരാണ് കോൺഗ്രസ്, ഓപ്പറേഷൻ സിന്ദൂറിനെതിരാണ് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ എന്ന് സ്ഥാപിക്കാനാണ് മോദി ശ്രമിച്ചത് മുഴുവൻ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണയെങ്കിലും നെഹ്റുവിനെ വെറുതെ വിടുമെന്ന്. ഇത്തവണയും നെഹ്റു ഉണ്ട് കേട്ടോ. നെഹ്റു പണ്ട് കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലാതെ ഇരുന്ന ആ സമയത്ത് കശ്മീർ പിടിച്ചെടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അന്ന് കശ്മീർ എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമായതെന്നും അന്ന് നടന്ന യുദ്ധത്തെക്കുറിച്ചും എല്ലാം നമ്മുടെ ചരിത്രത്തിലുള്ള കാര്യമാണ്. ഇനി അത് പോട്ടെ, ഇനിയിപ്പോൾ നെഹ്റുവിന് അങ്ങനെ ഒരു തെറ്റ് പറ്റിയും തന്നെ ഇരിക്കട്ടെ. ഇത് എത്ര കാലത്തിന് ശേഷമാണ് ഈ പറയുന്നത്? ഇത്രയും കാലമായല്ലോ. നിങ്ങൾക്കൊരു യുദ്ധത്തിൽ നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാൻ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് ഇന്ത്യയുടെ ആക്രമണ ശക്തികൾ. അത് ശരിയുമാണ്. ആ അവസരം POK പാക് ഓക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് പ്രതിപക്ഷം പാർലമെൻറ്റിൽ ചോദിച്ചതാണ്. അപ്പോൾ പറയൂ നെഹ്റുവിൻ്റെ കുറ്റമാണ്.
ഒരു ഘട്ടം കൂടെ കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി, അത് കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി, ഇങ്ങനെ മുമ്പ് ഭരിച്ചിരുന്ന എല്ലാവരുടെയും പറയും, പഴയകാലം മുഴുവൻ പറയും. അതിനിടയ്ക്ക് എബി വാജ്പേയിയുടെ 5.5 വർഷത്തെ ഭരണത്തെ അങ്ങ് വിസ്മരിക്കുകയും ചെയ്യും. ഇങ്ങനെ പതിവ് പോലെയുള്ള മറുപടിയാണെന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നെഹ്റുവിൽ തുടങ്ങി കോൺഗ്രസിൻ്റെ കാലത്തെ പ്രശ്നങ്ങളിലുള്ള പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം രാജ്യത്തിനെതിരാണെന്നും സൈന്യത്തിനെതിരാണെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗം മുഴുവൻ നടത്തിയത്. സൈന്യത്തിനെതിരാണെന്ന് പറഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമാണല്ലോ. ദേശാഭിമാനമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പിന്നെ സൈന്യത്തിനെതിരെ പറഞ്ഞു, അപ്പോൾ അത് രാജ്യത്തിനെതിരാണ്. രാജ്യത്തിനെതിരാകുമ്പോൾ രാജ്യസ്നേഹമാണ് ഇവർ തള്ളിക്കളയുന്നത്. അപ്പോൾ കോൺഗ്രസ് പാകിസ്ഥാൻ്റെ ആളുകളാണ്. എന്തായിരുന്നു ഒരു കാര്യം കൂടി, എന്തായിരുന്നു പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞ ഒരൊറ്റ പ്രശ്നം? ഇവർ പാകിസ്ഥാനികളല്ല, ഇന്ത്യയിലുള്ള തീവ്രവാദികളാണ്, ഇവരെ പിടിക്കാൻ എന്താണ് താമസം എന്നാണ് ചോദിച്ചത്. അതായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ പാകിസ്ഥാൻകാരെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് പറഞ്ഞ ചോദ്യം വേറെ രീതി തിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ പാർലമെൻറ്റിൽ കണ്ടത് ഒരു ശരാശരി ഭരണ പ്രതിപക്ഷ തർക്കം മാത്രമാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് ചോദ്യങ്ങളുണ്ടായെങ്കിലും ഉത്തരങ്ങളുണ്ടായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുകൾ തീർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയായി പതിവ് പ്രസംഗങ്ങളിലെ പോലെ ഒരു തവണ കൂടി നെഹ്റു സ്മരിക്കപ്പെട്ടു. ഒരു കാരണവശാലും ഇന്നത്തെ പ്രസംഗവും മറുപടിയും സിന്ദൂറിനുള്ള മറുപടി ആയില്ല, സിന്ദൂറിനുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സിന്ദൂറിൽ ഉത്തരമായോ? സിന്ദൂറിൽ ഉത്തരമായി. മാത്രമല്ല, ഇവിടെ ഇനി ഉത്തരമായില്ല എന്ന് പറയുന്നവർ ചോദ്യങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം വന്നു കഴിയുമ്പോഴേക്കും അതല്ലല്ലോ ഞങ്ങൾ ഉദ്ദേശിച്ച ചോദ്യം ശരിക്കും മറ്റൊന്നായിരുന്നു എന്ന് പറയും. അതിന്ന് നമ്മൾ രാഹുൽ ഗാന്ധിയിലും വളരെ ക്ലവറായി ഇന്ന് സഭയിൽ നമ്മൾ കണ്ടു. കാരണം രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യത്തിനുള്ള ഡയറക്റ്റ് ഉത്തരം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഫാൻസിന് അതൊന്നും അങ്ങോട്ട് ഒത്തിട്ടില്ല. അതുപോരാ, അങ്ങനല്ല ഞങ്ങൾ ചോദിച്ച ഉത്തരം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? പ്രതിപക്ഷം. 16 മണിക്കൂർ നീണ്ട ചർച്ച. അതിൽ നേതാക്കൾക്ക് ആവശ്യമായതെല്ലാം പറയാനുള്ള സമയമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ മറുപടിയിലേക്ക് വരുന്നത്. പ്രധാനമന്ത്രി മറുപടി പറയുമ്പോൾ ഉറപ്പായും സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തുമുയർന്ന കാര്യങ്ങൾക്കെല്ലാം പ്രധാനമന്ത്രി തന്നെ വന്ന് മറുപടി പറയണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മറുപടിയുടെ മൂർച്ച ഇത്തിരി കൂടുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് സമയമെടുത്ത് ഓരോ കാര്യവും വിശദീകരിച്ച് തന്നെയാണ് പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞത്. ആ ഉത്തരം കേട്ടിട്ടും ഇനിയൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഉത്തരങ്ങളൊന്നും തരാനില്ല എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത്. ഒരു ലോക നേതാവും മധ്യസ്ഥത വഹിച്ചില്ല എന്ന് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആ ലോക നേതാക്കളിൽ ഉൾപ്പെടില്ല. അത് പ്രത്യേകം പറയണമായിരുന്നു. ഡൊണാൾഡ് ട്രംപ് എന്ന് നിങ്ങൾ പേരെടുത്ത് പറയണമായിരുന്നു. അതാണ് പുതിയ വ്യാഖ്യാനം. ഒരു ലോക നേതാവ് എന്ന് പറഞ്ഞാൽ ആകെ അവകാശവാദം ഉന്നയിച്ച ഒരേ ഒരു ലോക നേതാവേ ഉള്ളൂ. അയാളുടെ പേര് ഡൊണാൾഡ് ട്രംപ് എന്നാണ്. ഒരു ലോക നേതാവും ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ഒരാളും ഇടപെട്ടിട്ടില്ല, മധ്യസ്ഥത വഹിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക നേതാവും ഒരു ലോക നേതാവും എന്ന് മനസ്സിലാവാത്തത് എന്താണ്? അല്ല, ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്താൻ ഡൊണാൾഡ് ട്രംപ് ആ പേര് എന്തുകൊണ്ട് പറയുന്നില്ല? ഡൊണാൾഡ് ട്രംപ് എന്ന 2 വാക്ക് പറയാൻ പേടിയാണോ? മുട്ടുവിറയ്ക്കുമോ? മുട്ടുവരയ്ക്കുന്നതിന് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ കാര്യമാണ്. പറയട്ടെ, നരേന്ദ്രമോദി ഇപ്പോൾ പാർലമെന്റിൽ വന്ന് ഈ പ്രസ്താവന നടത്തുമ്പോൾ ഒരു ലോക നേതാവ് എന്ന് പറയുമ്പോൾ അതിൽ ഡൊണാൾഡ് ട്രംപ് ഇൻക്ലൂഡഡ് ആണ്. അതെങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം സുജിയ, ഡൊണാൾഡ് ട്രംപിന് വേണ്ടി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുകയും മൈ ഫ്രണ്ട് എന്ന് പറയുകയും ചെയ്ത പ്രധാനമന്ത്രിയാണ്. നമുക്ക് ഇന്ത്യക്ക് അങ്ങനെ ഒരു രീതിയില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രചാരണത്തിലേക്ക് കടന്ന ഒരു നേതാവ് നമുക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്ക് വിരുദ്ധമായി ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രതികരണം നടത്തുമ്പോൾ ആ നേതാവിന്റെ പേര് പറയാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇവിടെ നെഹ്റുവിനെ കുറിച്ച് താങ്കളുടെ നെഹ്റുവിനെ കുറിച്ച് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ പ്രധാനമന്ത്രി സിന്ദൂറിൽ ഉത്തരം പറഞ്ഞു എന്നതിനാണ് ഞാൻ മറുപടി പറയുന്നത്. പാകിസ്ഥാനെയും പറയുമ്പോഴൊക്കെ പെട്ടെന്ന് പൊള്ളും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉറപ്പായിട്ടും പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ പൊള്ളും. എനിക്കറിയാം. ശരി, പാകിസ്ഥാനെയും നെഹ്റുവിനെയും ചേർത്ത് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാൻ പുകഴ്ത്താനുള്ള അതാണ് ട്രംപ് തന്നെയാണ് വിഷയം. ഇനി അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നതും അത് തന്നെയാണല്ലോ. സിന്ദൂറിൽ ഉത്തരമായോ എന്ന് ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള അവിടെ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ വധിച്ചോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കടക്കം ഉത്തരം രാജ്നാഥ് സിംഗും അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നൽകി കഴിയുമ്പോൾ അടുത്ത ചോദ്യം ട്രംപിന്റെ പേര് പറഞ്ഞില്ല. ഡൊണാൾഡ് ട്രംപ് എന്ന പേര് പറഞ്ഞുകൊണ്ട് പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം
PR സുനിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, രാഹുൽ ഗാന്ധി ഇന്ന് ചോദിച്ചത്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് ചോദിച്ചത് വെടിനിർത്തലിന് ഇടപെട്ടത് താനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. അത് കള്ളമാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഒരു നേതാവും ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മാത്രമല്ല, നിങ്ങളെ പോലെയുള്ള ആളുകളെ ബോധിപ്പിക്കേണ്ട രീതിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തരം പറയേണ്ട ബാധ്യത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കില്ല. രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ജനങ്ങളെ ബാധ്യത ബോധ്യപ്പെടുത്തേണ്ട അല്ല, രാജ്യത്തെ അല്ല, അതിനകത്തൊരു പ്രശ്നമുണ്ടെന്നേ. പക്ഷേ സ്മൃതി അതിനകത്ത് കാരണം പ്രതിപക്ഷ പാർട്ടികൾ ഞാനും കൂടി ചേർന്നാണ് മൂന്നുപേരും കൂടി ചേർന്ന് പറയാനാണെങ്കിൽ ശരി, പറഞ്ഞോളൂ. ശരി, അതിനുശേഷം ഞാൻ ഉത്തരം പറയാം. ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനുള്ള വൃത്തിക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് PR സുനിലിന് മനസ്സിലാവില്ല. കാരണം PR സുനിൽ ആ ഒരു ഇടത് കണ്ണട മാറ്റി വെച്ചിട്ട് നോക്കണം, അപ്പോൾ മനസ്സിലാകും. ശരി, അതുപോലെ എല്ലാവർക്കും BJP BJP കണ്ണട വെക്കാൻ വെക്കാൻ പറ്റില്ല, മാറ്റി വെച്ച് നോക്കണം. കോൺഗ്രസ് കണ്ണട മാറ്റി വെച്ചിട്ട് അല്ല, നോക്കൂ. സുജയ, കാര്യങ്ങൾ ലളിതമായി ഒരൊറ്റ ചോദ്യം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്ത്യയിൽ കഴിഞ്ഞ അല്ല. 6 മാസമായി പ്രതിപക്ഷം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഡൊണാൾഡ് ട്രംപ് ഒരാളും ഇടപെട്ടിട്ടില്ല. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ? ഒരാളും ഇടപെട്ടിട്ടില്ല. അതിന്റെ ജെയിംസും ഡൊണാൾഡ് ട്രംപും സ്മൃതി പരുത്തിക്കാടും വേറെ ആരും ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫ്രാൻസും അതുപോലെ തന്നെ പാകിസ്ഥാനിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള വേറെ ഏതെങ്കിലും ഇറാനോ വേറെ ഏതെങ്കിലും പാർട്ടികളോ ഒക്കെ ഞങ്ങൾ എല്ലാവരും ഇടപെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഭയം കൊണ്ട് അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. ഭയം കൊണ്ട് നിങ്ങൾ പറയണ്ട. പക്ഷേ ഒരാളെ മറ്റു ലോക നേതാക്കളും സംസാരിച്ചിട്ടുണ്ട്. ഒരാളെ അവകാശപ്പെട്ട അവകാശപ്പെട്ടയാളെ തള്ളി പറയാൻ പേടിയാണോ? അതാണ് പറഞ്ഞത്. പേടിയാണോ? പേടിയൊന്നുമില്ല. പേടിയുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കായിരിക്കും. അത് പാകിസ്ഥാനെയുമായിരിക്കും. കാരണം അവരുടെ വാദങ്ങളാണല്ലോ ഏറ്റെടുത്ത് പറയുന്നത്. പേടിയാണ്. അല്ല, പേടിച്ച് പ്രധാനമന്ത്രി ഞാൻ എന്റെ ഭാഗം ചോദ്യങ്ങൾക്ക് റദ്ദാക്കുമെന്ന് പറഞ്ഞു എന്നാണല്ലോ ആ ഭീഷണി. ആ ഭീഷണി അപ്പുറത്തുനിന്ന് ഒരു ഡൊണാൾഡ് ട്രംപ് എന്ന നേതാവ് ഉയർത്തുമ്പോൾ അതിന് മറുപടി കൊടുക്കണ്ടേ? വ്യാപാര കരാർ അല്ലെങ്കിൽ റദ്ദാക്കുമെന്ന് ഞങ്ങൾ 2 രാജ്യങ്ങളോടും പറഞ്ഞു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞോ? ചോദ്യങ്ങളെല്ലാം തീരുമ്പോൾ പറയണേ. കഴിഞ്ഞു. ജിമ്മി ജെയിംസിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞോ? എന്റെ ചോദ്യത്തിനാണല്ലോ ഞാൻ കുറച്ചായിട്ട് ഒരൊറ്റ ചോദ്യം മറുപടിയില്ല. ശരി, എന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് തൃപ്തികരമായ മറുപടി പറയാൻ എനിക്ക് സൗകര്യപ്പെടില്ല എന്നതുകൂടി പാകിസ്ഥാന്റെ മറുപടി പറയാൻ കിട്ടില്ല. അപ്പൊ മറുപടി കഴിഞ്ഞു. ഇല്ല, എന്റെ ഭാഗം ഞാൻ പറയട്ടെ. മറുപടി കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് PR സുനിലിനും ജിമ്മി ജെയിംസിനും സ്മൃതി പരുത്തിക്കാടിനും പാകിസ്ഥാനോടുള്ള താല്പര്യം എത്രയാണെന്ന് കണ്ടിരിക്കുന്നവർക്ക് ബോധ്യമാകും. അനാവശ്യമൊന്നുമല്ല. നിങ്ങൾ അല്ലല്ല, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ ആരാധിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആരാധകരോടാണ് ഞാൻ പറഞ്ഞത്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ, അതുപോലെ തന്നെ പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന വാദമാണല്ലോ ഇന്ത്യയുടെ ഞങ്ങൾ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഉടനെ രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കും. വെടിവെച്ചിട്ടു. എവിടെ വെടിവെച്ചിട്ടു? വെടിവെച്ചിട്ടില്ല. ജനറൽ അനിൽ ചൗഹാനാണ് പറഞ്ഞത്. ആദ്യ ദിവസം നഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെടുത്തി, റഫാൽ വിമാനങ്ങൾ 5 എണ്ണം വെടിവെച്ചിട്ടു എന്നൊക്കെയാണല്ലോ നഷ്ടമായോ എന്ന ചോദ്യം. സ്മൃതി പരുത്തിക്കാടല്ല, മീറ്റ് ദി എഡിറ്റേഴ്സ് ആണ്. എന്റെ ടേൺ പൂർത്തിയായതിനു ശേഷം ചോദ്യങ്ങളിലേക്ക് വരാം. ഞാൻ എന്റെ ഭാഗം പൂർത്തിയാക്കട്ടെ. ജിമ്മി ജെയിംസ്, എനിക്ക് പറയാനുള്ളത് പൂർത്തിയാക്കാനുള്ള സമയമാണ്. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ അസഹിഷ്ണുതയോടെ പാകിസ്ഥാൻവാദികൾ എന്ന പ്രയോഗം സുജയ് പിൻവലിക്കണം. ഉത്തരവൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ പാകിസ്ഥാൻ വാദമാകുന്നു. ഇവിടെ ചോദ്യം ചോദിക്കുന്നവർ മുഴുവൻ പാകിസ്ഥാൻവാദികളാണ്. മോദി പറഞ്ഞ തന്നെ ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഉത്തരം പറഞ്ഞോളൂ. ശരി, ഔദാര്യത്തിന് നന്ദി. ഞാൻ തുടരുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് ഒരു ലോക നേതാവും മധ്യസ്ഥ വഹിച്ചില്ല എന്നത് കൃത്യമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അത് രാജ്യത്തുള്ള മറ്റു മനുഷ്യർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതിനി മനസ്സിലാകാത്തവരോട് വാദിച്ച് ജയിക്കാനായി ഞാൻ എൻ്റെ സമയം കളയുന്നില്ല. ഇവിടെ ഭീകരരെ വധിക്കാത്തത് എന്ത്? അതായിരുന്നല്ലോ ചിലരുടെ ചോദ്യം. ആ ചോദ്യത്തെക്കുറിച്ച് ഇപ്പോൾ മിണ്ടുന്നതേയില്ല. ഭീകരരെ വധിക്കാത്തത് അതിനെ ഉടനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് ഭീകരരെ നിങ്ങൾ കൃത്യമായി ഒരു കോയിൻസിഡൻസ് പോലെ വധിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു അവർ. മെയ് 22 മുതൽ അവർ നിരീക്ഷണത്തിലായിരുന്നു. ഇത് ഈ ഭീകരർ തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ കോമ്പിംഗ് ഓപ്പറേഷനിലേക്കും ഈ നേർക്കുനേറുള്ള ഏറ്റുമുട്ടലിലേക്കും പോയത് എന്നതാണ് വസ്തുത. അത് കൃത്യമായി ഇന്ന് വിശദീകരിച്ചിരിക്കുന്നത് അമിത്ഷായാണ്. അമിത്ഷാ കൃത്യമായി എങ്ങനെയാണ് ആ ഏറ്റുമുട്ടൽ നടന്നത് എന്നതടക്കം പറഞ്ഞു. പക്ഷേ അതിലേക്കൊന്നും നിങ്ങളുടെ ശ്രദ്ധ പോകില്ല എന്നതും എനിക്കറിയാം. അതോടൊപ്പം തന്നെ ഈ ഭീകരരെ വധിക്കാത്തത്, അതോടൊപ്പം തന്നെ രാജ്യ സുരക്ഷയ്ക്കായി ഒന്നിച്ചു നിൽക്കുന്നതിന് അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഒപ്പം ഉണ്ടായിരുന്നില്ല. എന്തിന് ഏറ്റവും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ശശി തരൂരിനെ കോൺഗ്രസിന്റെ പ്രതിനിധി സംഘത്തിൽ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രതിനിധി
പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താൻ ഉള്ള മാന്യത പോലും കാണിക്കാത്ത ഒരു പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിനുശേഷം ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ തന്നെ ആ സംഘത്തിന്റെ ഒരു സംഘത്തിന് അമേരിക്ക അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന സംഘത്തിന്റെ തലവനായി നിയോഗിക്കുന്നു. ആരും മധ്യസ്ഥ വഹിച്ചില്ല എന്ന് ഇതേ കോൺഗ്രസിന്റെ ശശി തരൂർ തന്നെ പറഞ്ഞല്ലോ പലവട്ടം, ഒരു തവണയല്ല പലവട്ടം. അതും കോൺഗ്രസിന്റെ ബധിരകർണങ്ങളിൽ പതിച്ചിട്ടില്ല എന്നാണോ അതോ സെലക്റ്റീവായിട്ടുള്ള അംനേഷ്യ വാദിച്ചിരിക്കുന്നതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. എന്തായാലും പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങളുടെ പാക് തന്ത്രങ്ങളുടെ പ്രചാരകരായി മാറുന്ന ചിലരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. കാരണം സ്വന്തം രാജ്യത്തോട് അസഹിഷ്ണുതയാണ്, സ്വന്തം പ്രധാനമന്ത്രിയോട് അസഹിഷ്ണുതയാണ്, സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങളോട് അസഹിഷ്ണുതയാണ്. പക്ഷേ അവർ വലിയ രീതിയിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അത് പറഞ്ഞല്ലോ എന്നത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരക്കാർക്കുള്ള മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊടുത്തത്. അമേരിക്കൻ പ്രസിഡന്റ് എന്നല്ല ഒരാളും മധ്യസ്ഥ വഹിക്കാൻ ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ആ ഉത്തരം എന്തായാലും ഞാൻ വിശ്വാസത്തിലെടുക്കുകയാണ്. മാത്രമല്ല ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 ഭീകരരെയും വധിച്ചു എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ നിരയിൽ നിന്നൊരു കയ്യടി കൂടി കേട്ടിരുന്നു. അത് ഡോക്ടർ ശശി തരൂർ എംപിയുടേതാണ്. സ്വന്തം നിരയിലിരിക്കുന്ന ഒരു MP അടക്കം ഇന്ന് കൈയടിച്ചുകൊണ്ട് ആ കാര്യത്തിന് ഒപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സഭയ്ക്ക് പുറത്ത് മാത്രമല്ല അകത്തും ശശി തരൂരിന്റെ അടക്കമുള്ള പിന്തുണ മറുഭാഗത്തേക്ക് വരുന്നത് കോൺഗ്രസ് കണ്ണു തുറന്ന് കാണണം. ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ അവരെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഷ്കർ കമാൻഡർ സുലൈമാൻ ഷാ, ജിബ്രാൻ, ഹംസ അഫ്ഗാനി ഇവരാണ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. ഇവരെ തിരിച്ചറിഞ്ഞത് ബൈസാരൻ താഴ്വരയിൽ ഇവർക്ക് ഒളിയിടമൊരുക്കിയ പർവേസ് ജോദറും ബഷീർ ജോദറുമാണ്. അഭയം നൽകിയവർ ഇതിനകം തന്നെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അവരെ കൂടി കൊണ്ടുവന്നാണ് ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ഐഡന്റിറ്റി അടക്കം റിവീൽ ചെയ്തത്. അതും മറച്ചു വെക്കപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. PR സുനിലിനടക്കം ആ കാര്യങ്ങളിലൊന്നും പറയാനുണ്ടാകില്ല. കാരണം ഇതാണ് വസ്തുത, ഇതാണ് പാർലമെന്റിൽ നിന്ന് നടന്ന കാര്യങ്ങൾ. അതേക്കുറിച്ച് പറയില്ല. അവരിൽ നിന്ന് പിടികൂടിയ ആയുധങ്ങൾ M9 കാർബൈൻ, 2 AK-47 ഇത് രണ്ടും ബൈസരൻ താഴ്വരയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ചണ്ഡീഗഡിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ ബാലിസ്റ്റിക് പരിശോധനയിലാണ്. അതും സെലക്റ്റീവ് അംനേഷ്യയിലൂടെ PR സുനിലും സ്മൃതി പരുത്തിക്കാടും ഒക്കെ മറക്കും. പക്ഷേ അതിന് പകരം ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് മിണ്ടിയില്ലല്ലോ എന്ന ഒറ്റ ചോദ്യത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കും. ആദ്യം മാത്രമേ ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമായി ട്രംപ് എന്ന് പറഞ്ഞില്ല. പ്രിയങ്ക ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പെഹൽഗാമിൽ കൊല്ലപ്പെട്ട ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ, അവർ ഭാരതീയരാണെന്ന് പറഞ്ഞപ്പോൾ ഭരണപക്ഷത്തിരുന്ന BJP MPമാർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവർ ഹിന്ദുക്കളാണെന്ന്. പിന്നീട് പ്രിയങ്ക ഗാന്ധി അവിടെ കൊല്ലപ്പെട്ട 25 ആളുകളുടെ പേര് ഓരോന്ന് വായിക്കുമ്പോഴും പ്രതിപക്ഷ അംഗങ്ങൾ ഇവർ ഭാരതീയരാണെന്ന് മുദ്രാവാക്യം മുഴക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഹിന്ദുക്കളാണെന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ എന്താണ് ഇതിലൂടെ BJPയും കേന്ദ്ര സർക്കാരും ഭരണപക്ഷവും ഉദ്ദേശിക്കുന്നത്? അവരോട് അല്ല അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. തുണി താഴ്ത്തി നോക്കി മതം എന്തെന്ന് നോക്കിയതിനു ശേഷം വെടിവെക്കുകയും വെടിവെക്കാതെ വിടുകയും ചെയ്ത ഒരു സംഭവം പഹൽഗാമിൽ ഉണ്ടായത് മറന്നു പോകരുത്. ഹിന്ദുവാണോ അതോ മുസൽമാനാണോ എന്ന് നോക്കിയതിനു ശേഷം വെടിവെക്കുന്നത് നമ്മളെ കുറിച്ച് പറയുന്നില്ല. ഇതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. ഇതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. ഈ ഡിവൈഡ് ആയിരുന്നു. അതിലേക്കാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് കൃത്യമായിട്ട് പറയാൻ നോക്കിയത്. ഹിന്ദുക്കളാണ് എന്ന് ഉറപ്പാക്കി വെടിവെച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. കാരണം എങ്ങനെയാണ് പരിശോധന നടത്തിയത്, ദേഹപരിശോധന നടത്തിയതെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടോടിയ ആളുകൾ പാകിസ്ഥാൻ ആഗ്രഹിച്ചത് ഇവിടെ നടന്നില്ല. പാകിസ്ഥാൻ ആഗ്രഹിച്ചത് അവർ ഹിന്ദുക്കളാണെന്ന് മുദ്ര കുത്തണമെന്നായിരുന്നു. നിങ്ങളിന്ന് പാർലമെന്റ് ചെയ്തത് അതാണ്. അല്ല, ഇന്ത്യക്കാരാണെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. പാകിസ്ഥാന്റെ തന്ത്രം വിജയിപ്പിച്ചത് നിങ്ങളാണ്. ഒരിക്കലുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ എല്ലാവരും തന്നെ പാകിസ്ഥാൻ ആഗ്രഹിച്ചത് രാജ്യത്ത് ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കാനാണ്. അതിന് നമ്മൾ നിന്നു കൊടുക്കില്ല എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇന്ത്യക്കാരാണെന്നേ പറയാവൂ, ഹിന്ദുക്കളാണെന്ന് പറയരുത്. അപ്പോഴാണ് പാകിസ്ഥാന്റെ പ്ലാൻ വിജയിക്കുന്നത്. ഇന്ന് അവിടെ കിടന്ന് ഗോവ വിളിച്ച് ഹിന്ദു എന്ന് വിളിച്ചത് പാകിസ്ഥാന്റെ പ്ലാൻ ശരിയാക്കിയതാണ്. പറഞ്ഞോട്ടെ, അവിടെ പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന എംപിമാരെന്ന നിലയിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർ മുദ്രാവാക്യം വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശശി തരൂർ കൈയടിച്ചു, പ്രിയങ്ക ഗാന്ധി മൈൻഡ് ചെയ്യാതിരുന്നു. അത് രണ്ടുപേരുടെ സ്വാതന്ത്ര്യമാണ്. പാകിസ്ഥാൻ പറഞ്ഞ പ്ലാൻ അതുപോലെ നടത്തി കൊടുത്ത ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് പാർലമെന്റിൽ ബഹളം വെച്ചത് സ്മൃതി പരുത്തിക്കാട് എന്നോട് വാദിക്കാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാനുള്ള സമയം ഇടപെടുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളാണല്ലോ മോഡറേറ്റ് ചെയ്തത്. അപ്പോൾ മറ്റുള്ളവരോട് നിർത്താൻ എനിക്ക് സംസാരിക്കാൻ പറ്റും. മറുപടിയായി ഹിന്ദു ഹിന്ദു എന്ന് കണ്ടതാണ്. സുജയ പൂർത്തിയാക്കട്ടെ.
നിങ്ങളുടെയൊക്കെ ടേൺ കഴിഞ്ഞതാണല്ലോ. ഇത് രാജ്യത്തിന്റെ ധീരതയുടെ വിജയാഘോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് തുടങ്ങിയത്. അത് രാജ്യത്തിന്റെ ധീരതയുടെ വിജയാഘോഷം തന്നെയാണെന്നേ. നമ്മുടെ സൈന്യത്തിന്റെ അവരുടെ ഒരു ആത്മവീര്യം കെടുത്തുന്ന രീതിയിൽ പ്രസ്താവനകൾ എത്രമാത്രമാണ് വന്നത്. ഈ വിമാനങ്ങൾ തകർത്തിട്ടു, നമ്മുടെ സൈന്യത്തിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല യുദ്ധം നിർത്തിയതിനെ കുറിച്ച് നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിർത്തിയത് എന്തിനാണ് എന്നതടക്കം ചോദിക്കുകയല്ലേ. അങ്ങനെ ചോദിക്കുന്നതിലൂടെ സൈന്യത്തിന്റെ യുദ്ധവീര്യം തകർക്കുന്ന രീതിയിൽ നമ്മുടെ സൈനിക വിഭാഗങ്ങൾക്ക് പാകിസ്ഥാനോട് ഏറ്റുമുട്ടി നിൽക്കാൻ കഴിയില്ല എന്ന ധ്വനി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ വരുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യയുടെ പക്ഷം നിൽക്കാത്തവരെ, ഇന്ത്യക്കൊപ്പം നിൽക്കാത്തവരെ പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞാൽ ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ട് പാകിസ്ഥാന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നവരും അതിൽ പെടും. അത് ആരായാലും സൈന്യമല്ല, ആരായാലും സർക്കാരാണ്. യുദ്ധം നിർത്തുന്ന സൈന്യമല്ല, സർക്കാരാണ്. സൈനിക തല ചർച്ചയിലാണ് യുദ്ധം നിർത്താനുള്ള തീരുമാനമെടുത്തത്. പൊളിറ്റിക്കൽ തീരുമാനം സർക്കാരാണ്. അത് അറിയാവുന്ന കാര്യമാണ്, അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അറിയാവുന്ന കാര്യം തന്നെയാണ്. DGMO തല ചർച്ച പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. സൈനിക വിഭാഗങ്ങളാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും. ഒരു യുദ്ധം നിർത്താൻ രാഷ്ട്രീയമായ തീരുമാനമാണോ സൈനിക തീരുമാനമാണോ എടുക്കുക? സൈനിക തലത്തിലാണ് കോൺടാക്ട്. ഒരു യുദ്ധം നിർത്തുന്നത് സൈന്യമാണോ സർക്കാരാണോ? ഹോട്ട്ലൈൻ ബന്ധത്തിൽ സൈന്യമാണോ സർക്കാരാണോ? ഒരു യുദ്ധം നിർത്തുന്നത് സൈന്യമാണോ? സൈന്യമെല്ലാം തീരുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ സൈന്യം ഇന്നലെ 3 പേരെ വെടിവെച്ച് കൊന്നല്ലോ. സൈന്യത്തിന് അത് വാർത്താ സമ്മേളനം നടത്താൻ എന്താണ് സമ്മതിക്കാതെ? ഇന്ന് അമിത്ഷായ്ക്ക് അത് ബ്രേക്കിംഗ് ആയിട്ട് പാർലമെന്റിൽ പറയേണ്ട ആവശ്യം എന്തായിരുന്നു? സൈന്യത്തെ ഏൽപ്പിക്കണ്ടേ? സൈന്യമല്ല പറഞ്ഞത്. അല്ല, രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മാഡം പറയുന്ന രീതിയിൽ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി അറിയാം അത് ഭരിക്കാൻ. ഇന്ത്യ മുന്നണി വരുമ്പോൾ പറഞ്ഞോളൂ. അപ്പോൾ ഒരു കാര്യം കൂടി, അപ്പൊ യുദ്ധം നിർത്തുന്നത് സൈന്യമാണ്, സർക്കാരല്ല. DGMO തല ചർച്ചയിലാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ ജിമ്മി ജെയിംസ്, എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ എനിക്ക് എന്റെ സമയമുണ്ട്, പറഞ്ഞോളൂ. ഞാനൊന്ന്, കാരണം ഈ ഇടവിട്ട് ഇടങ്കോലിടുക എന്നത് താങ്കളുടെ ഒരു കുബുദ്ധിയാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാം. അന്ന് ആ ശനിയാഴ്ച സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ആദ്യത്തെ ഹോട്ട്ലൈൻ ഓപ്പൺ ചെയ്യുന്നത് പാകിസ്ഥാന്റെ DGMO ആണ്. വിളിച്ച് യുദ്ധം നിർത്തണമെന്ന് യാചിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി ഇന്ന് ഉപയോഗിച്ച വാചകവും അത് തന്നെയാണ്. പാകിസ്ഥാൻ യാചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാന്റെ DGMO ഇന്ത്യയുടെ DGMOയുമായി സംസാരിച്ച DGMO തലത്തിൽ നടന്ന ആ സംഭാഷണത്തിന്റെ തുടർച്ചയായിട്ടാണല്ലോ സൈന്യത്തിന്റെ കമ്മ്യൂണിക്കേഷൻ രണ്ട് ഭാഗത്തുമുള്ള രാജ്യങ്ങളുമായിട്ട് പോകും. അതിനുശേഷമാണല്ലോ തീരുമാനം പ്രഖ്യാപിക്കുക. അതിനുശേഷമാണല്ലോ രാജ്യത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുക പ്രധാനമന്ത്രി തന്നെയാണ്. സൈന്യത്തെ അപമാനിച്ചിട്ടില്ലെന്നോ? സൈന്യത്തിന്റെ വാലറിനെ ചോദ്യം ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. യുദ്ധം നിർത്തിയത് സൈന്യത്തെ അപമാനിക്കലല്ല, യുദ്ധം തുടരാൻ കഴിവില്ലാത്ത ഒരു സൈന്യം എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം താങ്കൾ കേട്ടു നോക്കൂ. അത് തന്നെയായിരുന്നു ഏപ്രിൽ 22 ആക്രമണത്തിന് മറുപടി നൽകിയോ? അത് തന്നെയായിരുന്നു ചോദ്യം. താങ്കളുടെ അവസരം ഉണ്ടായിരുന്നല്ലോ. നഷ്ടങ്ങളെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നു. ശരിയാണ്, ചൂണ്ടിക്കാണിച്ചത് അവിടെ അവിടെ സൈന്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിടത്ത് ഞാനൊന്ന് ഇടപെട്ട് പറഞ്ഞു തന്നേ. സീരിയസ് അടക്കം പറയുന്നുണ്ട് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും രാജ്യത്തെ ധീരന്മാരെ പിന്തുണയ്ക്കാൻ തയ്യാറാകാത്ത കോൺഗ്രസിനെ പോലെ കഷ്ടം തന്നെയാണ്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വന്തം രാജ്യത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഭാവിയിൽ നിങ്ങളുടെയൊക്കെ സ്ഥാനം എന്നുള്ളത് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. രാജ്യത്തെ തള്ളിപ്പറയുക, അതുപോലെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞാൽ ഉടൻ അതെല്ലാം നുണയാണെന്ന് പറയുക, അത് കേവലം രാഷ്ട്രീയ കണ്ണിലൂടെ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത് ജനങ്ങളൊക്കെ തെരഞ്ഞെടുത്തിട്ടാണ്. അത് നിങ്ങളടക്കം ജനാധിപത്യത്തിലാണ്. പ്രധാനമന്ത്രിയാണ്. രാജ്യമെന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമല്ല. ഇതിപ്പോൾ 3 ഊഴമായി മത്സരിക്കുന്നു. മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടി ചേർന്നുള്ള ഭരണത്തിന് കീഴിൽ ഞാനൊന്ന് പറയട്ടെ, അത് UPA സർക്കാരിന് ശേഷം പിന്നെ എങ്ങനെയാണ് താഴോട്ട് പടവലങ്ങ പോലെ ആയിപ്പോയത്? പിന്നെ എവിടെയാണ് വേറെ വിഷയമല്ല, ജനാധിപത്യം തന്നെയാണ്. ജനങ്ങൾ തീരുമാനിച്ചു കോൺഗ്രസിനെ എടുത്ത് ചവറ്റുകുട്ടയിലിടാൻ. അത് തന്നെയാണ് വിഷയത്തിൽ തന്നെയാണ്. കേരളത്തിലും അതെ, 2 ഊഴമായി പുറത്തിരിക്കുകയാണ്, പടിക്ക് പുറത്ത് വെച്ചിരിക്കുന്നു. രാജ്യത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് എത്ര
സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുണ്ട്. ഇത് ഡൽഹിയിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? രാജ്യ തലസ്ഥാനത്ത് പോലും ഇല്ലാതെ ഇങ്ങനെ ശൂന്യഹ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസിന് വേണ്ടിയാണ് വാദിക്കുന്നത്. പറഞ്ഞാൽ ഉടൻ പറയട്ടെ. രാജ്യം സൈനിക രംഗത്ത് കൈവരിച്ച പുരോഗതി എന്താണ് എന്നത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം കണ്ടതാണ്. ഭീകരാക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്നുള്ള ആ ബോധ്യവും ഇപ്പോൾ തകർന്നിട്ടുണ്ട്. പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നവർ ആ വാദം ഉറക്കെ പറയാൻ മടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്നാൽ തിരിച്ചവിടെ പോയി അടിക്കും. അത് ഉറപ്പാക്കിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊടുത്തത് എന്നുള്ളതും നരേന്ദ്രമോദി ഇന്ന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ അനുകൂലമായി പ്രസ്താവന നടത്തിയത് 3 രാജ്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 193-194 രാജ്യങ്ങളുണ്ടല്ലോ ഇവിടെ. അതിൽ 3 രാജ്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലേക്കും പോയ ഇന്ത്യൻ ഡെലിഗേഷന് കിട്ടിയ വരവേൽപ്പ് എന്താണ് എന്നതും പ്രതിപക്ഷ പാർട്ടി നേതാക്കളടക്കം കണ്ടതാണ്. ഭീകരരെ അയക്കുന്ന കേന്ദ്രങ്ങൾ, അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം, അതുപോലെ തന്നെ ഭീകരരുടെ ലോഞ്ചിങ് പാർട്സ് ആയിട്ടുള്ള കേന്ദ്രങ്ങൾ, അതടക്കം തകർത്തുകൊണ്ടുള്ള കൃത്യമായ മറുപടി ഓപ്പറേഷൻ സിന്ദൂർ കൊടുത്തിട്ടും അത് അവിടെ മാഞ്ഞ സിന്ദൂരത്തിനുള്ള മറുപടിയാണ് എന്നത് മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് പ്രതിപക്ഷത്തിന് ഇനിയും മനസ്സിലായിട്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന മറുപടി ഇന്ന് പാർലമെന്റിലും കൊടുത്തിട്ടുണ്ട്. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരം വെളുക്കാനേ പോകുന്നില്ല. ശരി, ആയിക്കോട്ടെ. ഇന്ത്യ അനുകൂലിച്ച രാജ്യങ്ങൾ അതാണ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവി വൈറ്റ് ഹൌസിൽ വിളിച്ച് ചുവന്ന പരവതാനി എന്റെ ചോദ്യം, ഇന്ത്യയെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയ രാജ്യങ്ങൾ പറയാമോ? അല്ല, അസീം മുനീർ ഫാൻസിൽപ്പെട്ടതാണ് ഡൊണാൾഡ് ട്രംപ്. അതെ. മൈ ഫ്രണ്ട്, സിന്ദൂറിൽ ഉത്തരമായോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി. കാരണം സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്, ബെൽഗാം ആക്രമണം നടന്ന ശേഷം ഇന്ത്യ ഒരുമിച്ചായിരുന്നു, രാജ്യം ഒരുമിച്ചായിരുന്നു. സർക്കാരിൻ്റെ എല്ലാ നടപടികൾക്കും പ്രതിപക്ഷം ഒപ്പം എന്ന് പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് ഒരു ഘട്ടം വരെയും അങ്ങനെ തന്നെയാണ് തുടർന്നിരുന്നത്. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചില കാര്യങ്ങൾ എടുത്ത തീരുമാനങ്ങളിലും ഉറപ്പായിട്ടും രാജ്യത്തിനൊപ്പമാണ്, പ്രധാനമന്ത്രി എടുത്ത തീരുമാനങ്ങൾക്കൊപ്പമാണ് രാജ്യമെന്ന് പ്രതിപക്ഷം പറയുന്നു. അത് പാകിസ്ഥാനുള്ള ചില ഉപരോധങ്ങളായിരുന്നു, ജലയുദ്ധം അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്നു. ആ തീരുമാനത്തിലൊക്കെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ചോദ്യങ്ങൾ ആ സമയത്ത് ചോദിച്ചിട്ടില്ല, കാരണം അതിനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടം വന്നപ്പോഴേക്കുമാണ് ആ ചോദ്യങ്ങൾ വരുന്നത്. കാരണം ഈ ഭീകരരെ പിടിക്കുന്നില്ല, അവരെവിടെയെന്ന് ചോദ്യം ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഭീകരർ ഇന്ത്യയിലേക്ക്, കശ്മീരിലേക്ക് കടന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. അതാണല്ലോ പ്രാഥമികമായി ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ ഉത്തരം നൽകേണ്ടതാണ്. ആ ചോദ്യം ചോദിച്ചു വന്നപ്പോൾ പി ചിദംബരം ചോദിച്ചു, ഇത് അകത്ത് തന്നെയുള്ള ഭീകരരാണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അത് പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകൽ എന്ന രൂപത്തിലേക്ക് അത് വ്യാഖ്യാനം മാറ്റുന്നു. ഇന്ന് അമിത്ഷാ പാർലമെന്റിൽ പറയുന്നത് അതാണ്. ഇനി അവർ പാകിസ്ഥാൻകാരാണ് എന്നതിന് തെളിവുണ്ട് എന്ന് പറയുന്നത് അവർക്ക് പാക് ID കാർഡുണ്ട്, പാകിസ്ഥാനിൽ നിർമ്മിച്ച ചോക്ലേറ്റുകൾ അവരിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ പാക് ID കാർഡുമായി ഇവിടെ ഭീകരർക്ക് ഇവിടെ യഥേഷ്ടം കറങ്ങി നടക്കാനും കൊലപാതകം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇന്നലെ സിന്ദൂറുള്ള ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ ഈ ഭീകരരെ വകവരുത്തുന്നു എന്ന ചോദ്യം ചോദിച്ചത് അഖിലേഷ് യാദവാണ്. സ്വാഭാവികമായിരുന്ന ചോദ്യം, നമ്മൾക്കൊക്കെ ആ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്ര ദിവസം അവരെവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമേ ഉണ്ടായിരുന്നില്ല, അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിലൊക്കെ ഒരു രഹസ്യാത്മകത സൈന്യത്തിൻ്റെ നീക്കത്തിലൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ അതിനുശേഷം പറയുന്ന മറുപടിയിൽ അത് സുതാര്യമായിരിക്കണം. ആ മറുപടി സുതാര്യമായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന വാദത്തിന് സമ്മതിക്കുന്നു, അത് അങ്ങനെ സംഭവിച്ചു. ഇന്നലെയാണ് കൊലപാതകം, ഈ ഭീകരരെ 2 പേരെ വധിക്കാൻ സാധിച്ചത്. ശരി, അങ്ങനെയെങ്കിൽ ഇന്നലെ സൈന്യം അതിൽ വാർത്താ സമ്മേളനം നടത്താനിരുന്ന സൈന്യത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. സൈന്യം പറയേണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന രീതിയിൽ ആഭ്യന്തരമന്ത്രി ഇന്ന് സഭയിൽ വന്ന് പറയുകയാണ്. അതിൽ മുഴുവൻ ഉത്തരങ്ങളില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 26 പേർ മരിച്ചിട്ട് അത് ഹിന്ദുക്കളാണ് എന്ന വാദം പറയുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ കുതിരക്കാരൻ ഹിന്ദുവാണോ? അതെ, ആദിൽ. ആ കുതിരക്കാരനെ നമുക്ക് ഓർമ്മയുണ്ട്. ആ കുതിരക്കാരൻ്റെ മരണം നമുക്ക് ഓർമ്മയുണ്ട്. ബാക്കിയുള്ളവരെ രക്ഷിക്കുന്നതിനിടയിലാണ് അയാൾ മരിച്ചുപോയത്. അപ്പോൾ അവരൊക്കെ ഹിന്ദുക്കളാണോ? അവർ മനുഷ്യരാണ്, ഇന്ത്യക്കാരാണ്. എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്കും അവർ ഇന്ത്യക്കാരായി കാണാൻ പറ്റാത്തത്? അപ്പോൾ അത് അവർ പറയുന്നില്ല. അപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഇത് പൂർണ്ണമായും ഈ പറഞ്ഞ സുജയ നേരത്തെ പറഞ്ഞതുപോലെ പാക്വാദികളാണ്, പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്നവരാണ്, പാകിസ്ഥാനെ സഹായിക്കാൻ പ്രതികരിക്കുന്നവരാണ്, ഇവർ ഇന്ത്യ വിരുദ്ധരാണ്, രാജ്യവിരുദ്ധരാണ്. അതായത് സർക്കാരിൻ്റെ വീഴ്ചയെപ്പറ്റി ചോദിക്കുന്നവരെല്ലാം ഇന്ത്യ വിരുദ്ധരാണ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ എളുപ്പമാണല്ലോ, പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അത് നടക്കില്ല. സമ്മേളനത്തിൽ നിന്ന് സൈന്യത്തെ പിന്തിരിപ്പിച്ചത് ആരാണ്? എന്താണ് അതിന്റെ സോഴ്സ്? അതൊക്കെ ഞാൻ എന്താണ് വാർത്താ സമ്മേളനത്തിൽ നിന്ന് സൈന്യത്തെ പിന്തിരിപ്പിച്ചു എന്ന് മാഡം വാർത്താ സമ്മേളനം നടത്താൻ ആര് പിന്തിരിപ്പിച്ചു? സർക്കാർ പിന്തിരിപ്പിച്ചു. സർക്കാർ പിന്തിരിപ്പിച്ചു എന്ന് ആര് പറഞ്ഞു?
ആര് പറഞ്ഞു? അല്ല, പറയൂ. സർക്കാർ പിന്തിരിപ്പിച്ചെന്ന് സർക്കാർ പറയുമോ? അല്ല, താങ്കളോട് ആര് പറഞ്ഞു? അല്ല, വാർത്ത ഞാനും അറിയുന്നുണ്ടല്ലോ. വാർത്ത എവിടെ? അല്ല, വാർത്ത എവിടെ? സുജയ്ക്ക് മാത്രമേ വാർത്ത അറിയാൻ പറ്റുള്ളൂ. സൈന്യം വാർത്താ സമ്മേളനം നടക്കാനിരുത്തിയായിരുന്നു. ഇന്നലെ ചില വാർത്തകളിൽ ഉണ്ടായിരുന്നു സൈന്യം ഉടനെ അറിയിക്കുമെന്നുള്ള കാര്യം. അത് സൈന്യമാണ് കോട്ട് ചെയ്യുന്നത്. സൈന്യം വാർത്താ സമ്മേളനം ഇരുന്നിരുന്നില്ല. സൈന്യം വിവരം അറിയിക്കാനിരുന്നു. ഇത് അല്ലല്ലോ ബി ജെ പി വാദങ്ങൾ മാത്രം പറയാൻ പറ്റില്ല. വാദമല്ല, ഞാൻ സൈന്യത്തിന്റെ വാദമല്ല സൈനിക വിഭാഗത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതാണ് പറഞ്ഞത്, ഇതാണ് വാദം. സൈനിക വിഭാഗം പൂർത്തിയാക്കട്ടെ. സൈന്യം ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ, അതായത് ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ഞങ്ങളിതാ, അതായത് പ്രധാനപ്പെട്ട സൈന്യം വാർത്താ സമ്മേളനം നടത്താനിരിക്കുന്നു എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത കാര്യം പറയാനിരിക്കുമ്പോൾ അതിനെ നിഷേധിച്ചു. അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രി പലയിടത്തോ വാർത്തകളുണ്ട് സൈന്യം വാർത്താ സമ്മേളനം നടത്താനിരിക്കുന്നു. ഇതാ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ആക്രമണകാരികളെ PR സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ജമ്മു കാശ്മീരിൽ ഏത് ഓപ്പറേഷൻ നടത്തിയാലും സൈന്യം ഉടൻ തന്നെ വാർത്താ സമ്മേളനം നടത്തും. ഞാൻ പൂർത്തിയാക്കട്ടെ. ഈ ഭീകരർ രാജ്യത്തെ 26 പേരെ കൊന്ന ശേഷം അവിടെ ഒരൊറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ കാര്യമാണ്. പ്രിയങ്ക ഗാന്ധി പറയുന്നു അവിടെ ആക്രമണം നടത്തിയ TRF എന്ന സംഘടന പലതവണ ആക്രമണം നടത്തിയിട്ടുണ്ടല്ലോ. 25 തവണ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് 2023 ഇവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന സർക്കാരിൻ്റെ നീക്കങ്ങൾ, സർക്കാരിൻ്റെ സൂക്ഷ്മതക്കുറവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് പ്രതിപക്ഷം ചോദിക്കും. ഇനി പ്രതിപക്ഷം അത് ചോദിക്കുമ്പോൾ അത് ഒരു കുടുംബത്തിൻ്റെ ചില ന്യായങ്ങളിൽ നിങ്ങളെങ്ങനെ പെട്ടുപോകല്ലേ എന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയും അപമാനിക്കുകയാണ്. അവർ ഈ രാജ്യത്ത് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവരാണ്. ഭീകരവാദത്തിന് ഇരയായിക്കൊണ്ട് ഭർത്താവിനെ നഷ്ടപ്പെട്ട സോണിയാഗാന്ധിയാണ്. അച്ഛനെയും മുത്തശ്ശിയെയും നഷ്ടപ്പെട്ടതാണ് രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ പ്രിയങ്ക ഗാന്ധിയും. അവർക്കതിൽ പറയാൻ കുറച്ചുകൂടി വൈകാരികമായിട്ടുണ്ട്. ഭീകരർ കുടുംബത്തിലെ ആളുകളെ കൊന്നുകഴിഞ്ഞാൽ അത് എത്രത്തോളം വലിയ വേദന നൽകുന്നുവെന്ന് സ്വയം അനുഭവിച്ചവരാണ്. അവരുടെ പ്രതികരണത്തിൽ വൈകാരികതയുണ്ടാകും. അപ്പോൾ കുടുംബത്തിൻ്റെ വാദത്തിന് നിന്നുകൊണ്ട് നിങ്ങൾ സ്വയം കുഴപ്പത്തിൽ ചാടല്ലേ എന്ന പരിഹാസം അവിടെ വിലപ്പോകില്ല. രണ്ടാമത്തെ കാര്യം, നെഹ്റുവുമായി ബന്ധപ്പെട്ട് നെഹ്റുവിൻ്റെ കാലത്ത് കശ്മീർ അങ്ങ് എടുത്തു കൊടുത്തു പറയുന്ന വാചകമാണ്. നെഹ്റുവിൻ്റെ കാലത്ത് എന്താണ്? വിഭജന കാലത്ത് ഇവിടെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേരാതെ നിന്ന പ്രദേശമാണ് കശ്മീർ. അവിടേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയപ്പോഴാണ് കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു മുൻകൈയെടുത്തത്, അന്നത്തെ സർക്കാർ മുൻകൈയെടുത്തത്. അല്ലെങ്കിൽ കശ്മീർ തന്നെ നമുക്കുണ്ടാകുമായിരുന്നില്ല. അത് ആദ്യം BJP മനസ്സിലാക്കണം. BJPക്ക് അറിഞ്ഞിട്ടല്ല, BJPക്ക് ചരിത്രത്തിൽ യാതൊരു തരത്തിലുള്ള ഈ റോളും ഇല്ലാത്തതുകൊണ്ട് ചരിത്രം മാറ്റിയെഴുതാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇനി കശ്മീരിൻ്റെ കാര്യത്തിൽ അടുത്ത കാര്യം എന്താണ്? പാകിസ്ഥാനിൽ ചേരാൻ ഹൈദരാബാദ് ശ്രമിച്ചിരുന്നു. എന്നിട്ട് കശ്മീരിനെ ഇന്ത്യയിൽ നിലനിർത്താമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഹൈദരാബാദിനെ ഇന്ത്യയിൽ നിലനിർത്തി കശ്മീർ പാകിസ്ഥാൻ നൽകാം എന്ന് പറഞ്ഞത് ആരാണ്? ഇപ്പോൾ BJP കൊണ്ടു നടക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതൊന്നും വേണ്ട, രണ്ടും ഇന്ത്യയുടെ ഭാഗമാകണം എന്ന തീരുമാനം അന്നെടുക്കുകയാണ്. അന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ വിശ്വാസത്തിലെടുത്ത് കശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കിയത് നെഹ്റുവാണ്. ആ നെഹ്റുവിനെയാണ് ഈ ചരിത്രം ഇഷ്ടമില്ലാത്ത സംഘപരിവാർ എല്ലാ തവണയും കശ്മീരിനെ കൊടുത്തു പാകിസ്ഥാൻ ഭാഗം കൊണ്ടുപോയി എന്ന വാദം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിഭജനം എങ്ങനെ നടന്നു എന്നും ഇവിടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എങ്ങനെ നടന്നുവെന്നും ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് എന്ത് പറയുമ്പോഴും രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി നെഹ്റുവിനെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടുള്ള വാദം പറയുകയാണ്. ഇത് ഈ പറയുന്ന വാജ്പേയി പോലും പറയാത്ത വാദമാണ് ഇവിടെ ഇപ്പോഴും മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അമിത്ഷാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിന്ദൂറിൽ മറുപടി പറയുന്നില്ല. ഇവിടെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള വലിയ ആക്രമണം എന്താണ്? അതിൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതിലെന്താണ് മറുപടി പറഞ്ഞിട്ടുള്ളത്? അവന്തിപുരയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ ഇടിച്ചു കയറ്റി സൈനികരെ കൊന്നില്ലേ? സൈനികരെ കൊന്ന സമയത്ത് പുൽവാമ 40 സൈനികരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് സത്യപാൽ മാലിക് ഈ BJPയുടെ ഭാഗമായിരുന്നല്ലോ, കശ്മീരിലെ ഗവർണറായിരുന്നല്ലോ. എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു വിമാനം ആവശ്യപ്പെട്ടിട്ട് ആഭ്യന്തര മന്ത്രാലയം നിരസിച്ചു. ഇപ്പോൾ മിണ്ടണ്ട എന്ന് പറഞ്ഞത് ഈ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞത് ആരാണ്? സത്യപാൽ മാലിക്കാണ്. ഇപ്പോൾ സത്യപാൽ മാലിക്കിനെ കേസുകളിൽ കുടുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സത്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ബാലാക്കോട്ട് നടക്കുന്നു, പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഇതിനെ ദുരുപയോഗം ചെയ്യുക, ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് വേറൊരു വൈകാരികതയായി കൊണ്ടുവന്ന് അത്
രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് BJPയുടെ തന്ത്രമാണ്. ആ തന്ത്രമാണ് ഇന്നും പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടേയിരിക്കും. പ്രതിപക്ഷം ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അവിടെയും ഈ തരത്തിൽ ചില ആളുകൾ, ഈ ശശി തരൂരിനെ പോലെ ചില ആളുകളുണ്ട്. അവിടെ നിന്ന് അമിത്ഷാ പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസിന്റെ ബെഞ്ചിലിരുന്നു കൊണ്ട്, പ്രതിപക്ഷത്തെ ബെഞ്ചിലിരുന്നു കൊണ്ട് അമിത്ഷായ്ക്ക് കൈയടിക്കുന്ന ശശി തരൂരിനെ പോലുള്ള ചില നേതാക്കളുമുണ്ട്. അവർക്ക് കാലം മറുപടി കൊടുത്തുകൊള്ളും എന്നുള്ളതാണ്. സിന്ദൂറിൽ ഉത്തരമായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചോദ്യത്തിൽ, സിന്ദൂരിൽ ഉത്തരമായോ എന്ന ചോദ്യത്തിൽ 3 പേർ ഇല്ല എന്ന് പറയുന്നു, യെസ് എന്ന് ഒരാൾ.